ബലാത്സംഗ കേസിൽ പോലീസ് തിരയുന്ന സിദ്ദിഖ് എവിടെ? ആ ഉത്തരമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. സിദ്ദിഖിനെ അദ്ദേഹത്തിന്റെ 2 വീടുകളിലും അന്വേഷിക്കുമ്പോൾ അദ്ദേഹമില്ല. ആലുവയിലുള്ള വീട്ടിലുമില്ല, പടമുകളിലുള്ള വീട്ടിലുമില്ല. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹം എത്താനിടയുള്ള ഹോട്ടലുകളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും എവിടെ എന്നറിയില്ല. സിദ്ദിഖിന് അദ്ദേഹം വിമാനത്താവളം വഴി രാജ്യം വിടാതിരിക്കാനുള്ള ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അറസ്റ്റ് എന്ന ഒരു സമീപനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. പക്ഷേ സിദ്ദിഖ് എവിടെ എന്നുള്ളത് ഇതിനോടകം വ്യക്തമായിട്ടില്ല. അല്പസമയം മുൻപ് ഈ കേസിലെ പരാതിക്കാരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഞാൻ വായിക്കാം. ലൈഫ് ഈസ് എ ബൂമറാങ്, വാട്ട് യു ഗിവ് യു ഗെറ്റ്. ജീവിതം ഒരു ബൂമറാങ് ആണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് തന്നെ കിട്ടും. ബൂമറാങ് നമുക്കറിയാം, ഇവിടെ നിന്ന് എറിഞ്ഞാൽ അതുപോലെ തിരിച്ചു വരുന്ന ഒരു കാര്യമാണ്. ജീവിതം ഒരു ബൂമറാങ് ആണ്, നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്ന് അവർ പരാതിക്കാരി പറഞ്ഞിരിക്കുകയാണ്. ഈ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഈ കേസിൽ ശിക്ഷ നടപ്പാക്കപ്പെടണമെങ്കിൽ ഈ കേസിലെ പരാതിക്കാരി കഴിഞ്ഞ 5 വർഷമായി ഉന്നയിക്കുന്ന പരാതിയാണ്. അതൊരു പോലീസ് കംപ്ലൈന്റ് ആയി വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ്. അങ്ങനെയാണ് നിയമ നടപടികളിലേക്ക് ഈ വിഷയം പോകുന്നത്. ഈ വിഷയത്തിൽ പരാതിക്കാരിയെ സംബന്ധിച്ച് അവരുടെ വ്യക്തിഹത്യ അടക്കമുള്ള പല കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് വളരെ നിർണായകമായ ചില പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ലൈഫ് ഈസ് എ ബൂമറാങ്, വാട്ട് യു ഗിവ് യു ഗെറ്റ് എന്ന് പരാതിക്കാരി അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്നു. അതേസമയം തന്നെ അവർക്ക് SITയെ കുറിച്ച് ചില കംപ്ലൈൻറ്റുകളുണ്ട്, ചില പരാതികളുണ്ട്. SIT ഞാൻ കൊടുത്തിട്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങളടക്കം പുറത്തുവിടുന്ന സമീപനം സ്വീകരിച്ചു, ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഒരുക്കി എന്ന വിമർശനം അവരെ സംബന്ധിച്ചുണ്ട്. പരാതിക്കാരിയുടെ അഭിഭാഷകൻ നേരത്തെ ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. ഇന്നലെ വരെ സിദ്ദിഖ് എവിടെയായിരുന്നു അറിയാമായിരുന്നു. ഇന്നലെ വരെ അറസ്റ്റിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനോ തെളിവുകൾ നശിപ്പിക്കുന്നത് തടയാനോ എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചില്ല എന്ന ഗൗരവപൂർണമായ ഒരു ചോദ്യം ഈ കാര്യത്തിൽ അതിജീവിതയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ പകൽ ഒരുപാട് വാർത്തകൾ നിറഞ്ഞ ഒരു പകലാണ്. മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് മുകേഷിനെ വിട്ടയക്കുന്നു. അതേസമയം സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ സിദ്ദിഖിന് വേണ്ടി അന്വേഷണ സംഘം വലവിരിക്കുന്നു. വളരെ വളരെ നിർണായകമായ മണിക്കൂറുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് തന്നെ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സിദ്ദിഖ് എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. സിദ്ദിഖ് അദ്ദേഹത്തിന്റെ വീടുകളിലില്ല, അദ്ദേഹം ഉണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഇല്ല, അതായത് അദ്ദേഹം ഹോട്ടലുകളിലില്ല. നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹം ഉണ്ടാകുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. ചില പരിശോധനകൾ അവിടെ നടക്കുന്നു. ഇല്ല. സിദ്ദിഖ് എവിടെ പോയി? സിദ്ദിഖിനെ അന്വേഷണ സംഘത്തിന് ആവശ്യമുണ്ട്. സിദ്ദിഖ് എവിടെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ മണിക്കൂറുകളിൽ കേരളം ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ ബിനിൽ ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളുമായുണ്ട്. ബിനിൽ, വളരെ നിർണായകമായ ചില പരാമർശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്ന ഉത്തരവാണ് ഇന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രഥമദൃഷ്ട്യാ ഗൗരവ സ്വഭാവത്തിലുള്ള, വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് അനക്ഷർ 2-വിൽ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് എന്ന കാര്യം കോടതി പറയുന്നു. പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്തതിനെതിരെ കോടതി മുന്നറിയിപ്പ് നൽകുന്നു, മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു. നമുക്ക് ഹൈക്കോടതി ഉത്തരവിനെ സമഗ്രമായി എങ്ങനെ വിശദീകരിക്കാം? അഭിലാഷ്, ഈ ഹൈക്കോടതി ഉത്തരവിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം എന്നത് ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനപ്പുറത്ത് ആ കേസിന്റെ ഗൗരവ സ്വഭാവം പൊതുസമൂഹത്തെ കോടതി ബോധ്യപ്പെടുത്തുന്നു. അത് ഒരു ഉത്തരവായി തന്നെ പുറത്തേക്ക് വരുന്നു എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സിദ്ദിഖിന് കൃത്യമായൊരു മുന്നറിയിപ്പും കോടതി ആ ഉത്തരവിന്റെ ഭാഗമായി നൽകി. അതായത് സിദ്ദിഖിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഈ പരാതിക്കാരിയുടെ സ്വഭാവഹത്യ നടത്താൻ ശ്രമിച്ചു. അതിൽ കടുത്ത നീരസം കോടതി ആ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ ഈ സിനിമാ മേഖലയിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പീഡന പരാതികളൊക്കെ തന്നെ ഉയർന്നു വരുമ്പോൾ പൊതുവിൽ ഇത്തരത്തിൽ ഈ പരാതി ഉന്നയിക്കുന്നവരെ കടന്നാക്രമിക്കുന്ന ഒരു ശീലം നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ പലപ്പോഴും ഉണ്ടായപ്പോഴും ഈ രീതിയിൽ കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള മുന്നറിയിപ്പ് വന്നില്ല. ഇവിടെ കൃത്യമായൊരു മുന്നറിയിപ്പ് കോടതി നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ പരാതി നൽകുന്ന, അതായത് അതിജീവതയെ കടന്നാക്രമിക്കുക, അവരുടെ സ്വഭാവ രീതികളെ കടന്നാക്രമിക്കുക, അത്തരത്തിൽ ഒരു സ്വഭാവം വരുന്നത് അവരെ നിശബ്ദയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്നത് കോടതി എടുത്തു പറയുകയാണ്. അതായത് ഒരു അനാവശ്യമായ വാദങ്ങളാണ് കോടതി മുമ്പാകെ ഉയർത്തിയത് എന്നത് കോടതി അക്കമിട്ട് നിരത്തി പറയുകയാണ്. കാരണം ഒരു സ്ത്രീ അവർ ഇത്തരത്തിലൊരു ബലാത്സംഗ കൃത്യത്തിന് അവർ ഇരയാകേണ്ടി വരുമ്പോൾ അവർ നേരിടേണ്ടി വന്ന മാനസിക സംഘർഷമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യത്തിലുള്ള
മറുപടി സിദ്ദിഖിന് നൽകിയിരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഈ ചുമത്തപ്പെട്ട കുറ്റകൃത്യങ്ങൾ അത് ഓരോന്നായി കോടതി വിശകലനം ചെയ്തു. അതിൽ ലഭ്യമായിട്ടുള്ള തെളിവുകളും രേഖകളും ഒക്കെ തന്നെ കോടതി പരിശോധിച്ച ശേഷം ആ കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നതാണ് കോടതി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കോടതി ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആ കോടതി നിരീക്ഷണങ്ങൾ വളരെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. കാരണം സുപ്രീം കോടതിയിലേക്ക് ഈ ഉത്തരവുമായി പോകുമ്പോൾ സിദ്ദിഖിന് മറുപടി പറയേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ട്. കടുത്ത വിമർശനങ്ങൾ കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പരാതി വൈകിപ്പിക്കൽ അതാണ് ഒരു പ്രധാനപ്പെട്ട വാദമായി സിദ്ദിഖ് ഉയർത്തിയത്. അതിനെ പൂർണ്ണമായും കോടതി ആ ഒരു ഘട്ടത്തിൽ നിരാകരിക്കുകയാണ്. അതായത് ഈ പരാതി വൈകി എന്നതൊരു സത്യമാണ്. പക്ഷേ പരാതി വൈകി എന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് ആ പരാതിയിൽ അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവ സ്വഭാവം കുറയുന്നില്ല. അതോടൊപ്പം തന്നെ ആ കേസിൽ ഏതെങ്കിലും തരത്തിൽ ദുർബലമാക്കുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സിദ്ദിഖിനെതിരായ വിമർശനങ്ങൾ നമ്മൾ കാണുമ്പോൾ പോലും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനിട്ടും 2 അടി കോടതി കൊടുത്തിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്നതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് അതിലെ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കോടതി ആ ഉത്തരവിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ മൗനം അത് ദുരൂഹമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്നാണ് കോടതി പറയുന്നത്. കഴിഞ്ഞ 5 വർഷം സർക്കാർ ഇതിൽ ചെറുവിരൽ അനക്കാതിരുന്നതിലുള്ള കടുത്ത വിമർശനം കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കോടതി കടന്നു പോകാത്തതിനുള്ള കാരണവും ഈ ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണുള്ളത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ആഴത്തിൽ പോകുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. പക്ഷേ കോടതി ഇക്കാര്യത്തിലുമുള്ള നീരസവും കോടതിയുടെ നിരീക്ഷണവും കൃത്യമായി അതിൽ വരച്ചിട്ടിട്ടുള്ള ഉത്തരവാണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് സാധാരണ നിലയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനപ്പുറത്ത് വലിയ മാനങ്ങളുള്ള ഉത്തരവാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും സിദ്ദിഖിന് അത് വലുതല്ലാത്ത തിരിച്ചടി തന്നെയായി മാറുകയും ചെയ്യുന്നു. ഇത് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്താൽ അത് വേഗത്തിൽ സുപ്രീം കോടതിയുടെ ബെഞ്ചിലേക്ക് വരുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും കുറച്ച് ദിവസം അതിന് താമസമുണ്ടാകും. ആ സമയത്ത് സിദ്ദിഖിന് ഒളിവിൽ കഴിയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് 2 വീടുകളാണ് സിദ്ദിഖിനുള്ളത്. ഒന്ന് ആലുവയിലും മറ്റൊന്ന് കാക്കനാട് പടമുകളിലും. ഈ 2 സ്ഥലത്തും നമ്മൾ പോയിരുന്നു. ഞാനിപ്പോ വരുന്നത് പടമുകളിലെ വീട്ടിൽ നിന്നാണ്. അവിടെ സിദ്ദിഖ് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് ചോദ്യം, ഇന്നലെയും അദ്ദേഹം ഹൈക്കോടതിയിൽ മറ്റു ഹർജികളിൽ മറ്റുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും അറസ്റ്റിനൊരു തടസ്സവും ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ SITയെ സംബന്ധിച്ച് അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് ഇന്നലെ വരെ പടമുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റ് ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അഭിഭാഷകൻ വളരെ ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില വളരെ പ്രധാനപ്പെട്ട മൊഴിയുടെ വിവരങ്ങൾ SITയിൽ നിന്ന് ചോരുന്നു എന്നും ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിക്കാൻ സിദ്ദിഖിന് അവസരം കൊടുത്തു എന്നും പോലെയുള്ള ആരോപണങ്ങൾ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സിദ്ദിഖിനെ കാത്ത് അല്ലെങ്കിൽ സിദ്ദിഖിനെ കാണാതെ 2-3 ദിവസം ഓടേണ്ടി വന്നാൽ അപ്പോഴും അന്വേഷണ സംഘം പറയേണ്ട മറുപടി എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഈ അറസ്റ്റിലേക്ക് പോയില്ല എന്നുള്ളത് കൂടിയായിരിക്കില്ലേ? അഭിലാഷ്, ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല എങ്കിൽ പോലും ഹൈക്കോടതിയുടെ മുന്നിൽ ആ മുൻകൂർ ജാമ്യ ഹർജി ഉള്ളത് കൊണ്ടാണ് SIT ഈ കേസിൽ സിദ്ദിഖിനെ തേടി അല്ലെങ്കിൽ സിദ്ദിഖിന് പിന്നാലെ പായാതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഹർജി നൽകുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളിൽ സിദ്ദിഖ് ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. കാര്യം SIT സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ചില നീക്കങ്ങൾ ആ ഘട്ടത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ സിനിമ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന പരാതികളൊക്കെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായ ഒരു മെല്ലെപ്പോക്ക് ആ ഘട്ടത്തിൽ ഉണ്ടാകുകയും ചെയ്തു. നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കോടതി മുമ്പാകെ ആ ഹർജി നിലനിൽക്കുന്നത് കൊണ്ടുള്ള ഒരു നടപടിയാണ് SIT മുന്നോട്ട് പോകാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിക്കുക മാത്രമല്ല, ഈ പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കൂടി എഴുതി വെച്ചിരിക്കുന്നു. ആവശ്യമാണെന്ന് കോടതി പറഞ്ഞിരിക്കെ ഇനി അറസ്റ്റ് വൈകിപ്പിക്കുന്നത് SITയെ സംബന്ധിച്ച് കരണീയമല്ല. അവർക്കതിന് സാധിക്കുകയുമില്ല. വരുന്ന മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം.